9th സ്റ്റാൻഡേർഡിലെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് കുറച്ച് ഗ്രാഫുകൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ആ ഗ്രാഫ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഗ്രാഫുകളാണ്, അതിനകത്ത് ഓരോന്നിലും എന്തൊക്കെ കേസസ് ആണുള്ളത്, ആ ഓരോ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ +1 എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ സയൻസ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സിൽ ഇതുപോലെ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിലും ഇതുപോലെ ഗ്രാഫ് വരുന്നുണ്ട്. ആ ഗ്രാഫിൽ നിന്ന് ന്യൂമറിക്കൽസ് ഉണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഈ ഗ്രാഫ് ഉണ്ടല്ലോ, നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +1 ആ ന്യൂമറിക്കൽസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് ഓരോ ഗ്രാഫ് എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യൽ കേസസ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഗ്രാഫാണ് ഉള്ളത് നോക്കിക്കേ. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഈ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം 9th അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഞാനത് രണ്ടും പറയുമ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫും കൂടെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നല്ലത്. ഓക്കെ, അപ്പം എല്ലാം ടൈം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഗ്രാഫിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. എല്ലാ കേസിലും എക്സ് ആക്സിസിൽ നമ്മൾ ടൈമാണ് എടുക്കുക, വൈ ആക്സിസിലാണ് പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ ഇങ്ങനെ മാറി മാറി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ടൈം ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പൊസിഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എക്സ് എന്നും കൊടുക്കാം കേട്ടോ, എക്സ് എന്നും കൊടുക്കാം. അപ്പോൾ ചില ടീച്ചേഴ്സ് എക്സ് ആയിരിക്കും യൂസ് ചെയ്യുക, ചില ടീച്ചേഴ്സ് എസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ എങ്ങനെയായിരിക്കും? എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റിയാണ് വരിക. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ആക്സിലറേഷനും വരും. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഓഫ് ഗ്രാഫ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ഗ്രാഫിൽ, അതായത് പൊസിഷൻ ടൈം ഗ്രാഫിലെ ഫസ്റ്റ് കേസ് എന്താണെന്നാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതിൽ ആദ്യത്തെ കേസ്, ഫസ്റ്റ് കേസ്, ഇഫ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ബോഡി റെസ്റ്റിലാണെന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താണ്? ബോഡി മൂവ് ചെയ്യുന്നേ ഇല്ല അല്ലേ. അപ്പോൾ എത്ര സമയം നമ്മൾ ഇനീഷ്യലി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം തൊട്ട് നമ്മൾ ഈ ബോഡീനെ ഒബ്സർവ് ചെയ്യുകയാണ്. ഒബ്സർവ് ചെയ്യുമ്പോഴേ ഈ ബോഡിക്ക് ഒരു മാറ്റം ഇല്ല. ബോഡി ഏത് പൊസിഷനിലാണോ നമ്മൾ വെച്ചത് ആ പൊസിഷനിൽ തന്നെയാണ് ബോഡി ഉള്ളത്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ പൊസിഷൻ. ഞാനിവിടെ എക്സ് എന്ന് എടുക്കുകയാണ് കേട്ടോ പൊസിഷന്. അപ്പോൾ the body is at rest, so no change in the position of the body. അപ്പോൾ ഇനീഷ്യലി ടൈം 0 ആയിരിക്കുമ്പോൾ ബോഡിയുടെ പൊസിഷൻ ഇവിടെ ആയിരുന്നു എന്ന് വിചാരിക്കുക. ലെറ്റ് ഇറ്റ് ബി x0. ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ ബോഡി x0 എന്ന് കൊടുക്കാം. കുറേ സമയം കഴിഞ്ഞാലും ആ ബോഡിയിൽ ഒരു മാറ്റമില്ല, ബോഡി റെസ്റ്റിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് കേസ്, ഇഫ് ദ ബോഡി അറ്റ് റെസ്റ്റ്. ബോഡി അറ്റ് റെസ്റ്റ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ ഗ്രാഫ് നോക്കാം. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ രണ്ടാമത്തെ കേസ്, സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ദ ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അതായത് ആദ്യത്തെ ടൈമിൽ ഈ ബോഡിയുടെ വെലോസിറ്റി 2 m/s, അടുത്ത ടൈമിലും ബോഡിയുടെ വെലോസിറ്റി 2 m/s. അപ്പോൾ എത്ര ടൈം എടുത്താലും ബോഡിയുടെ വെലോസിറ്റി മാറുന്നേയില്ല. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ഉള്ളൊരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരിക നോക്കൂ. ടൈം, ദിസ് ഇസ് പൊസിഷൻ. അപ്പോൾ ഇനീഷ്യലി ടൈം 0 ആയിരിക്കുമ്പോൾ ഈ ബോഡി ഇവിടെയായിരുന്നു. അടുത്ത ഒരു ടൈമിൽ ബോഡിയുടെ പൊസിഷൻ മാറുന്നുണ്ട്, പക്ഷെ അതിൻ്റെ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ടൈം 1 സെക്കൻഡ് ആകുമ്പോൾ ഇവിടെയാണ് പൊസിഷൻ ഓഫ് ദ ബോഡി. അടുത്തത് ടൈം 2 ആയിരിക്കുമ്പോൾ ബോഡിയുടെ പൊസിഷൻ ഇവിടെയാണ്. ടൈം 3 ആയിരിക്കുമ്പോൾ, ദാറ്റ് ഈസ് 3 seconds, ടൈം സെക്കൻഡ്സിലാണ് കേട്ടോ. ഓക്കെ, പൊസിഷൻ ഇൻ മീറ്റേഴ്സ്, ബോഡിയുടെ പൊസിഷൻ ഇവിടെ. അപ്പം നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതാ ഇങ്ങനെ വരും, ഉണ്ടോ? ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് പറയുക. ഇൻക്ലൈൻ ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. എന്തുകൊണ്ടാണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പോയിന്റ് എടുത്തു, അതായത് 1 സെക്കൻഡിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുത്തു. അപ്പോൾ ഈ പൊസിഷനെ നമുക്ക് x1 എന്ന് മാർക്ക് ചെയ്യാം. ടൈം 0 ആയിരിക്കുമ്പോഴുള്ള പൊസിഷൻ x0 എന്ന് മാർക്ക് ചെയ്തു.
ടൈം 2 സെക്കൻഡ്സ് ആയിരിക്കുമ്പോഴുള്ള പൊസിഷൻ x2 ആണ്, ടൈം 3 ആയിരിക്കുമ്പോഴുള്ള പൊസിഷൻ x3 ആണ്, അങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഈ 1 സെക്കൻഡ് ആയിരുന്നപ്പോഴുള്ള പൊസിഷൻ x1ലാണ്, 2 സെക്കൻഡ്സ് ആയിരിക്കുമ്പോഴുള്ള പൊസിഷൻ എവിടെയാണ്? x2ലാണ്. ഈ x1ഉം x2ഉം കൂടെ ചേർന്ന് വരുന്ന സ്ഥലത്ത് നമുക്കൊരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, ഇവിടെ ഈ ട്രയാങ്കിളിനെ നമുക്ക് ABC എന്ന് നെയിം ചെയ്യുക. ABC എന്ന് നെയിം ചെയ്തു. എന്നിട്ട് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്ലോപ്പ് ഒന്നും ഇപ്പം മാത്സിൽ പഠിക്കുന്നില്ല, പക്ഷെ നിങ്ങളിനി പഠിക്കും കേട്ടോ, അടുത്ത വർഷം പഠിക്കും, 10th സ്റ്റാൻഡേർഡ് ആകുമ്പോൾ പഠിക്കും. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്വാണ്ടിറ്റി അലോങ് y ആക്സിസ് ബൈ x ആക്സിസ്. അപ്പം y ബൈ x ആണ് സ്ലോപ്പ്. സോ എന്താണ് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ y ആക്സിസ് എന്ന് പറയുന്നത് ഇതാണല്ലോ അല്ലേ, BC ആണ് y ആക്സിസ്. അപ്പം നമുക്ക് y ആക്സിസിൽ BC എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ x ആക്സിസിൽ എന്താ ഉള്ളത്? x ആക്സിസിൽ AB അല്ലേ, അപ്പോൾ BC ബൈ AB. ഓക്കെ, ഇനി BC എന്താ നോക്കിക്കേ. BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഏതായിരുന്നു? x2. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഏതാണ്? x1. അപ്പോൾ ഹിയർ വി ക്യാൻ റൈറ്റ് x2 മൈനസ് x1. അതാണ് BC എന്ന് പറയുന്നത് കേട്ടോ. x2 മൈനസ് x1. ഈ BCയുടെ വാല്യൂ കിട്ടണമെങ്കിൽ ഇവിടെയുള്ള വാല്യൂ മൈനസ് ഇത്ര അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് BC. ഇനി AB എന്താണ്? ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ടൈമാണുള്ളത്? 2 മൈനസ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ 1 2 3 എന്ന് എഴുതാതെ ടൈമിന് നമുക്ക് T1, ഇത് T2, ഇത് T3 അങ്ങനെ നെയിം ചെയ്യുകയാണെങ്കിൽ AB എന്താ കിട്ടുക? T2 മൈനസ് T1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ x2 മൈനസ് x1 ബൈ T2 മൈനസ് T1. എന്താണ് ഈ x2 മൈനസ് s1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, ദാറ്റ് ഈസ് ഡിഫറൻസ് ഇൻ പൊസിഷൻ, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ബൈ T2 മൈനസ് T1, ദാറ്റ് ഈസ് എ ഡിഫറൻസ് ഇൻ ടൈം. ഡിഫറൻസ് ഇൻ ടൈമിനെ പറയുക ടൈം ഇൻട്രവൽ എന്ന് പറയും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഇൻട്രവൽ. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഇൻട്രവൽ. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഇൻട്രവൽ? എന്താണെന്നാണ് പഠിച്ചിട്ടുള്ളത്? ഇറ്റ് ഈസ് വെലോസിറ്റി അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഇൻട്രവൽ എന്താ നിങ്ങൾക്ക് കിട്ടിയത്? വെലോസിറ്റി കിട്ടി. അപ്പം നോക്കിക്കേ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് നമുക്ക് കിട്ടിയത്? പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മൾ എടുത്തത്. പൊസിഷൻ ടൈം ഗ്രാഫിൽ ഫോർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി, ആ യൂണിഫോം വെലോസിറ്റി ഉള്ള ബോഡിയുടെ ഗ്രാഫ് എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും 2 വാല്യൂസ്, ഇപ്പം ഇതേ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ 2 പോയിന്റ്സ് എടുത്തിട്ടും ചെയ്യാം. ഏതൊക്കെ? ഇവിടെയുള്ള പോയിന്റും ഇവിടെയുള്ള പോയിന്റ് എടുത്തിട്ടും ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താലും എന്ത് തന്നെയാണ് കിട്ടുക? ദിസ് x3 മൈനസ് x2 ബൈ T3 മൈനസ് T2 എന്ന് കിട്ടും. അതും എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ. അപ്പോൾ എന്താ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി, അതിൻ്റെ സ്ലോപ്പ് എടുത്താൽ എന്താണ് കിട്ടുന്നത്? വെലോസിറ്റി കിട്ടും. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും വെലോസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് എടുത്താൽ യു ഗെറ്റ് വെലോസിറ്റി. കണ്ടോ? ഓക്കെ, അപ്പം ചിലപ്പം എക്സാമിന് ഇങ്ങനെയൊക്കെ ചോദിക്കാം, 1 മാർക്കായിട്ടും ചോദിക്കാം. വാട്ട് ഡസ് ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഗിവ്? ഇറ്റ് ഗിവ്സ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി. ഓക്കെ, അല്ലെങ്കിൽ ഹൗ ക്യാൻ യു ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഫ്രം ദ പൊസിഷൻ ടൈം ഗ്രാഫ്? ടേക്ക് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്കറിയാം ടൈം x ആക്സിസിലും വെലോസിറ്റി y ആക്സിസിലുമാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താന്ന് നോക്കൂ. കേസ് 1, ഫോർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതേ ഇല്ല, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ടൈം x ആക്സിസിൽ, വെലോസിറ്റി y ആക്സിസിൽ. ഫോർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഗ്രാഫ് എന്താ വരിക? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ബിക്കോസ് വെലോസിറ്റി ഈസ് നോട്ട് ചേഞ്ചിങ്, വെലോസിറ്റി കോൺസ്റ്റൻ്റ് തന്നെയാണ്. അപ്പോൾ ടൈം 0 ആയിരിക്കുമ്പോൾ
ടൈം 0 ആയിരിക്കുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എന്താണ്? ഞാൻ v0 എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്കത് u എന്നും കൊടുക്കാം കേട്ടോ, ഇനീഷ്യൽ വെലോസിറ്റി. പക്ഷേ ഇവിടെ വെലോസിറ്റി മാറുന്നില്ലല്ലോ, അപ്പോൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ് വെലോസിറ്റി. ഇനി ഈ ഗ്രാഫിൽ ഏതെങ്കിലും 2 പോയിൻ്റ് എടുക്കുക. അതായത് ടൈം t1 ആയിരിക്കുമ്പോഴുള്ള പോയിൻറ്റും ടൈം t2 ആയിരിക്കുമ്പോഴുള്ള ഒരു വാല്യൂ എടുത്തു വെലോസിറ്റിയുടെ. ഈ വാല്യൂസ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടി അല്ലേ? ഇതിൻ്റെ നെയിം ABCD എന്ന് കൊടുക്കുക. സോ ABCD ഈസ് എ റെക്റ്റാങ്കിൾ. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ചേ. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ABCD എന്താ വരിക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു AD ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ്? AB. AD ഇൻറ്റു AB. എന്താണ് ഈ AD എന്ന് പറയുന്ന സംഭവം? ഇവിടുത്തെ വെലോസിറ്റി അല്ലേ, ഇനീഷ്യൽ വെലോസിറ്റി. അതിനെ v0 എന്ന് കൊടുക്കാം. ഇൻറ്റു AB എന്താണ്? AB is T2 മൈനസ് T1 അല്ലേ? അപ്പോൾ ഇൻറ്റു T2 മൈനസ് T1 ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു T2 മൈനസ് T1 എന്താണ്? ടൈം ഇൻട്രവൽ. വെലോസിറ്റി ഇൻറ്റു ടൈം ഇൻട്രവൽ. വെലോസിറ്റി ഇൻറ്റു ടൈം ഇൻട്രവൽ എന്താ വരിക? വെലോസിറ്റി ഇൻറ്റു ടൈം ഇൻട്രവൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? അല്ലേ? ബിക്കോസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? എന്താ കിട്ടിയത് അപ്പോൾ? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചപ്പോൾ, ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിച്ചപ്പോൾ എന്താ കിട്ടിയത്? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. So what does the area of velocity time graph represent? It represents the displacement. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താ കാണിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എന്നാണ് എഴുതേണ്ടത് കേട്ടോ. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടും, സ്പീഡ് ടൈം ഗ്രാഫാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നും ഡിസ്റ്റൻസും കിട്ടും. അപ്പോൾ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നാണ് അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഒക്കെ ചെയ്യുന്നില്ലേ? S ഈക്വൽസ് ut പ്ലസ് ഹാഫ് AT സ്ക്വയറും v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as ഒക്കെ ചെയ്യുന്നില്ലേ? അതാണ്. ഓക്കെ, ഏരിയ കണ്ടുപിടിച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. സെക്കൻഡ് കേസസ് കേസ് 2. ദ ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ആക്സിലറേഷൻ യൂണിഫോം ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താ വരിക? അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ഈക്വൽ ചേഞ്ചസ് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇൻറ്റർവൽസ് ഓഫ് ടൈം. അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ടൈം എക്സ് ആക്സിസിൽ, വെലോസിറ്റി വൈ ആക്സിസിൽ. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ വെലോസിറ്റി യൂണിഫോം ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ചേഞ്ചസ് ഇൻ വെലോസിറ്റി യൂണിഫോം ആവുമ്പോൾ ഗ്രാഫ് ഇതാ ഇങ്ങനെ വരും. ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ 0 ആയിട്ട് കൊടുക്കുകയാണ്. വെൻ ടൈം t ഈക്വൽസ് 0, വെലോസിറ്റി 0. വെൻ ടൈം t ഈക്വൽസ് t1, ലെറ്റ് ഹിയർ ബി ദ വെലോസിറ്റി. ടൈം t2 ആയിരിക്കുമ്പോൾ വെലോസിറ്റി ഇതാണ്. ടൈം t3 ആയിരിക്കുമ്പോൾ ബോഡിയുടെ വെലോസിറ്റി ഇതാണ് വരിക. അപ്പോൾ ഈക്വൽ ചേഞ്ചസ് ആണ്, ഈക്വൽ ടൈം ഇൻറ്റർവൽസിൽ ഈക്വൽ ചേഞ്ചസ് ആണ് വെലോസിറ്റിയിൽ ഉണ്ടാക്കുന്നത്. അതാണ് യൂണിഫോം ആക്സിലറേഷൻ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ നിന്നും സ്ലോപ്പ് കണ്ടുപിടിച്ചപ്പോൾ എന്താ കിട്ടിയത്? വെലോസിറ്റി അല്ലേ കിട്ടിയത്. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്താ കിട്ടാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് പോയിൻ്റ് എടുത്തു. ഈ 2 പോയിൻറ്റും കൂടെ ചേർത്ത് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ABC എന്ന് നെയിം ചെയ്യാം ട്രയാങ്കിളിൻ്റെ. നേരത്തെ ചെയ്ത പോലെ തന്നെ എടുത്തേ സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y/x. അപ്പോൾ ഇവിടെ ടൈം t1 ആയിരിക്കുമ്പോഴുള്ള വെലോസിറ്റി v1 എന്ന് കൊടുക്കുക, t2 ആയിരിക്കുമ്പോഴുള്ള വെലോസിറ്റി v2 എന്ന് കൊടുക്കുക, t3 ആയിരിക്കുമ്പോഴുള്ള വെലോസിറ്റി v3 എന്ന് കൊടുക്കുക. y/x. വൈയിൽ എന്താണ്? y ആക്സിസിൽ ആരാളുള്ളത്? BC ബൈ എക്സ് ആക്സിസിൽ എന്താ ഉള്ളത്? AB. BC ബൈ AB അല്ലേ? ഓക്കെ, BC എന്താണെന്ന് പറയൂ. BC എന്താണ്? സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരാണുള്ളത്? V2. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആരാളുള്ളത്? V1 അല്ലേ, y ആക്സിസിൽ. അപ്പോൾ ഇത് നമുക്ക് V2 മൈനസ് V1 ബൈ AB എന്താണ്? ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരാളുള്ളത്? T2. എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആരാളുള്ളത്? T1.
അപ്പോൾ V2 minus V1 by T2 minus T1. What is this? Change in velocity by time interval. അതെന്താ സംഭവം? Velocity by time interval. Change in velocity by time interval is acceleration. അപ്പോൾ നോക്കിക്കേ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചപ്പോൾ എന്താ കിട്ടിയെന്ന് നോക്കൂ, ആക്സിലറേഷൻ കിട്ടി. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ തന്നെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ രണ്ട് കേസസ് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കേസസേ ഉള്ളൂ. പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നിങ്ങൾക്ക് ഇല്ല, പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫേ ഉള്ളൂ. അത് രണ്ടും പഠിച്ച സ്ഥിതിക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫും കൂടെ പഠിക്കാമല്ലോ. +1 ആക്സിലറേഷൻ ടൈം ഗ്രാഫും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് എന്താണ്? ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒരു ബോഡിയുടെ വെലോസിറ്റി മാറുന്നേ ഇല്ല എങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ബോഡിയുടെ വെലോസിറ്റി മാറുകയാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ബോഡിയുടെ വെലോസിറ്റി യൂണിഫോം ആയിട്ടാണ് പോകുന്നതെങ്കിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. അപ്പോൾ ഈ കേസ് ചിലപ്പോൾ ന്യൂമറിക്കൽസിൻ്റെ ഒക്കെ ഇടയിലൊക്കെ ചിലപ്പോൾ ഒരു വാല്യൂ തരത്തില്ല, ചിലപ്പോൾ ഒരു ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ ഇങ്ങനെ പറയുകയുള്ളൂ, ദ ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി എന്നേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ അവിടെ ആക്സിലറേഷൻ എന്ത് കൊടുക്കണം? 0 കൊടുത്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രാഫ് നിങ്ങൾക്ക് എളുപ്പം വരയ്ക്കാമല്ലോ അല്ലേ? ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. ആക്സിലറേഷൻ y ആക്സിസിലും ടൈം x ആക്സിസിലും കൊടുക്കുക. സോ യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന ഒരു ബോഡിയുടെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്തായിരിക്കും? ആക്സിലറേഷൻ 0 അല്ലേ? അപ്പം x ആക്സിസിലൂടെ തന്നെയായിരിക്കും ഗ്രാഫ് വരിക. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കൂ. രണ്ടാമത്തെ കേസിൽ ദ ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. അത് നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾ യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചപ്പോൾ എങ്ങനെയാണ് വരച്ചത്? ടൈം x ആക്സിസിൽ, ആക്സിലറേഷൻ y ആക്സിസിലും വരികയാണെങ്കിൽ എന്ത് വരും? ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് ഈസ് പാരലൽ ടു ദ ടൈം ആക്സിസ് അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് ആക്സിലറേഷൻ വരുന്നത്. നമുക്ക് A0 എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ ഇനീഷ്യൽ ടൈം ആദ്യത്തെ ആക്സിലറേഷൻ തന്നെയായിരിക്കും, പിന്നെ അങ്ങോട്ടേക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് യൂണിഫോം ആക്സിലറേഷനിൽ പോകുന്ന ഒരു ബോഡിയുടെ ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് കേട്ടോ. ഓക്കെ, ഇനി ഈ ഗ്രാഫിലും നേരത്തെ ചെയ്ത പോലെ തന്നെ 2 പോയിൻറ്റ്സ് എടുക്കുക. T1 ടൈമിലും T2 ടൈമിലുള്ള 2 പോയിൻറ്റ്സ് എടുത്തേ. അപ്പോൾ ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടി, ABCD. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചേ. ഏരിയ ABCD ഈസ് ഈക്വൽ ടു AD ഇൻറ്റു എന്താ കിട്ടുക? AB. AD എന്താ വരുന്നത്? y ആക്സിസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? A0 അല്ലേ? ഇൻറ്റു AB എന്താണ്? T2 മൈനസ് T1. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം ഇൻറ്റർവൽ. ആക്സിലറേഷൻ ഇൻറ്റു ടൈം ഇൻറ്റർവൽ എന്താണ്? വെലോസിറ്റി. അപ്പോൾ എന്താണ് പറയുന്നത്? ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ വെലോസിറ്റി കിട്ടി. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ആക്സിലറേഷൻ കിട്ടും. അപ്പം നമുക്ക് ഇത് ഓർത്ത് വെക്കാനായിട്ട് ഒരു ചെറുതായിട്ടൊരു എളുപ്പ വഴി ഇതാണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഏതാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് അല്ലേ? ഓക്കെ, പിന്നെ പഠിച്ചത് വെലോസിറ്റി ടൈം ഗ്രാഫ്, മൂന്നാമത് പഠിച്ചത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ നിന്നും വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്തത്? സ്ലോപ്പ് കണ്ടുപിടിച്ചു. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിലും സ്ലോപ്പാണ് ചെയ്യേണ്ടത്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ മതി. ഇനി ഇവിടെ നിന്ന് ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്നും വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഏരിയ. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിലും ഏരിയ. ഉണ്ടോ? ഇത് ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴൊക്കെ എളുപ്പമായിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി തന്നു, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആക്സിലറേഷൻ തന്നു, ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ വെലോസിറ്റി തരും, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഡിസ്പ്ലേസ്മെൻറ്റ് തരും. ഇത്രയേ ഉള്ളൂ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ ന്യൂമറിക്കൽസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പം കേസസ് ആയിട്ടൊക്കെ തരാം, അസേർഷൻ റീസൺ ആയിട്ടൊക്കെ തരാം. ഇതിനെപ്പറ്റി കൂടുതൽ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുന്നത് +1 ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഉടനെ തന്നെ അടുത്തൊരു ക്ലാസ്സിൽ കാണാം.
ഇനി ഈ ഒരു ഗ്രാഫിൽ നിന്നും ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുന്ന ഒരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. സോ ടേക്ക് കെയർ, ബൈ.